സുഹൃത്തുക്കളെ, CRP ട്രാവൽ മെമ്മറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മേക്കര ഡാമും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും കണ്ടു. ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇന്ന് നമ്മൾ തെങ്കാശിയിലുള്ള തിരുമലക്കോവിലും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളുമാണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ മേക്കര ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് തിരുമല ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ടയിലുള്ള പൻപൊളി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കോവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മലയുടെ മുകളിലാണ്. മലയെന്ന് പറഞ്ഞാലും പാറയാണ് കൂടുതൽ. വാഹനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വഴിയുണ്ട്. മുകളിൽ വരെ ചെല്ലുന്ന നല്ല വഴിയുണ്ട്. പാറ കട്ട് ചെയ്ത് നല്ല രീതിയിലുള്ള ഹൈവേ മാതിരിയുള്ള റോഡാണ്. നല്ല വീതിയൊക്കെ ഉണ്ട്. സുഖകരമായ യാത്രയാണ് ആ വഴിയിൽ. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഗ്രൗണ്ടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ വരെ വണ്ടി ചെല്ലും. ഇനി വാഹനത്തിലല്ലാതെ നടന്നു കയറേണ്ടവർക്കാണെങ്കിൽ കുറച്ചേറെ പടികൾ കയറി വേണം മുകളിൽ ചെല്ലാൻ. ഏതാണ്ട് 600 ചില്ലറ പടികൾ കയറണം. പടി കയറാൻ കഴിയുന്നവർക്ക് അങ്ങനെയും കയറാം. മേക്കര ഡാമിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. വയലും തെങ്ങുംതോപ്പും ഇതൊക്കെ കണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ പുതിയ രീതിയിൽ ടാർ ചെയ്ത് ഭംഗിയാക്കിയ റോഡാണ്. ആവശ്യത്തിന് വീതിയൊക്കെ ഉണ്ട്. ഈ നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് നല്ല കാഴ്ചയാണ്. വെസ്റ്റേൺ ഘട്ടിൻ്റെ ദൂരക്കാഴ്ച നമുക്ക് മനോഹരമായി കാണാൻ കഴിയുന്നുണ്ട്. പാറ അരിഞ്ഞ് ഉണ്ടാക്കിയ റോഡാണ്. കഴിവതും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വേണം സന്ദർശിക്കാൻ. ഇവിടുത്തെ പ്രതിഷ്ഠ മുരുകനാണ്. ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്ര ദർശനത്തിന് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും അനേകം ഭക്തരെത്തുന്നുണ്ട്. നല്ല തിരക്കാണ്. ഏത് സമയത്ത് വന്നാലും നല്ല തിരക്കാണ്. പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടും. നമ്മുടെ മുന്നിൽ കാണുന്ന കവാടം വഴിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറേണ്ടത്. വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും നിയന്ത്രണം ഉള്ളതുകൊണ്ട് നമ്മൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ചിത്രീകരിക്കുന്നില്ല. നമ്മൾ താഴെ നിന്നും കയറി വന്ന വഴിയാണ് ആ കാണുന്നത്. കുറേ ഹെയർപിൻ ബെൻഡ് കയറി വേണം നമുക്കിങ്ങ് മേളിലെത്താൻ. കുറച്ച് ദൂരമുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നല്ല കാഴ്ചയാണ്. ചുറ്റും നല്ല കാഴ്ചയാണ്. ചുറ്റും വയലും മറ്റും നമുക്ക് കാണാം. ദൂരെ നമ്മൾ കാണുന്നത് മേക്കര ഡാമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ ഡാമാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഇത് വളരെ ദൂരത്താണ്, എങ്കിലും ഇവിടെ നിന്ന് കാണാമത്. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം. ഒരുവിധം കാഴ്ചകളെല്ലാം നമ്മൾ ചിത്രീകരിച്ചു. കൂടാതെ നമ്മൾ ദർശനവും നടത്തി. ഇനി നമുക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.